എറണാകുളം കാക്കനാട് DLF ഫ്ളാറ്റിലെ അതിസാര വ്യാപനത്തിന് ശമനമില്ല. കുടിവെള്ള സാമ്പിളുകളുടെ പരിശോധനാ ഫലത്തിനായി 3 ദിവസം കൂടി കാത്തിരിക്കണമെന്ന് DMO. ഒരിക്കൽ രോഗം വന്നവർക്ക് വീണ്ടും വരുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നതായി താമസക്കാർ പറയുന്നു. കഴിഞ്ഞ 20 ദിവസമായി 650ഓളം പേർക്കാണ് കാക്കനാട്ടെ DLF ഫ്ളാറ്റിൽ ഛർദിയും വയറിളക്കവും പനിയും പിടിപെട്ടത്. ഫ്ളാറ്റിൽ ഉപയോഗിച്ച കുടിവെള്ളത്തിൽ നിന്നാണ് രോഗബാധ ഉണ്ടായതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ പ്രാഥമിക നിഗമനം. രോഗം ബാധിച്ചവരുടെ രക്തപരിശോധനാ റിപ്പോർട്ടിലും E. coli അണുബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ 4 ആന്റിബയോട്ടിക്കുകൾ മാത്രമാണ് ഫലപ്രദമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇന്നലെ മാത്രം ഫ്ളാറ്റിലെ താമസക്കാരായ 65 പേരിൽ കൂടി രോഗബാധ ഉണ്ടായി. ഇതിൽ പലർക്കും നേരത്തെ രോഗം വന്ന് മാറിയവരാണ്. കാരണം ഒരുപാട് പേർക്ക് വീണ്ടും രണ്ടാമതും അസുഖം വരുന്നുണ്ട്. റീലാപ്സ് വരുന്നതാണ് ഏറ്റവും വലിയൊരു അപകടം. 4 വയസ്സുള്ള ഒരു കുട്ടിക്ക് അവളുടെ സ്റ്റൂൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ E. coliയുടെ പ്രസൻസ് ഉണ്ട്. ആ റിപ്പോർട്ടിൽ അവർ എഴുതിയിട്ടുണ്ട് ആ വൈറസ് കുറേ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ആണ്. ചില 3-4 ആൻറ്റിബയോട്ടിക്സ് മാത്രമാണ് അതിനെ ചെറുക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി ആൻറ്റിബയോട്ടിക്സ് ഒക്കെ അത് റെസിസ്റ്റൻ്റ് ആയി കഴിഞ്ഞു. ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ദിവസം ശേഖരിച്ച കുടിവെള്ള സാമ്പിളുകളുടെ പരിശോധനാ ഫലം ലഭിക്കാൻ ഇനിയും 3 ദിവസം കൂടി കാത്തിരിക്കണം. ഇന്നലെയും ഫ്ളാറ്റിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. ഫ്ളാറ്റിലേക്ക് ആവശ്യമായ ശുദ്ധജലം എത്തിക്കാനും പ്രതിരോധം ഊർജിതമാക്കാനും നടപടി ഉണ്ടാകണമെന്നാണ് ഇവിടുത്തെ താമസക്കാരുടെ ആവശ്യം. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.